Patterns of trade, urbanization, and linkages. Peninsular India, 300 BC to 300 AD. Here we are going to discuss the nature of Indo-Roman trading during 300 BC to 300 AD. Although Roman trade intervened in many circuits and networks of exchange and dominated some, it did not disrupt these or replace them. The pattern was one of using and intensifying the existing networks. There were no change from private entrepreneurs to state-supported trading companies, or for that matter, the acquisition of territory, the imposition of political authority, and the reordering of Indian economics as happened in the colonial of our time. So despite Roman trade involvement of dominance in the number of exchange networks and circuit, neither disruption nor replacement were the result of Roman trade. റോമ വ്യാപാരം, അതിൻ്റെ മേധാവിത്വം, അതിൻ്റെ സ്വാധീനം പല തലങ്ങളിലായിരുന്നു. ഒരേ പാതയിലൂടെ തന്നെ ആയിരിക്കണമെന്നില്ല. പല രീതിയിൽ പല പാതകളിലൂടെ റോമ വ്യാപാരത്തിൻ്റെ സ്വാധീനം എന്നിവ ചെലുത്തപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും റോമൻ വ്യാപാരത്തെ ഈ പാതയിലുണ്ടായ മാറ്റങ്ങൾ ഒരിക്കലും സ്വാധീനിച്ചിരുന്നില്ല. Existing network were tapped into and bolstered. The contrast the colonial era, there was no shift from privately owned business to publicly backed one. Nor was there any annexation of the land, establishment of political authority, restriction of Indian economy. രാഷ്ട്രീയപരമായ സ്വാധീനം പലതരത്തിലുള്ള അല്ലെങ്കിൽ പല വിഭാഗത്തിൽപ്പെടുന്ന അധികാരികൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ പല കാലങ്ങളായിട്ട് അധികാരത്തിലേറിയിട്ടുണ്ട്. എന്നാൽ റോമക്കാരുമായിട്ടുള്ള വ്യാപാരത്തിൽ അത് വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരുമായിട്ടുള്ള മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം സ്ഥിരമായി തുടർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഒരു പക്ഷേ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ വ്യാപാരത്തിന് സാധിച്ചു എന്നുള്ളതാണ്. However, in between the more spectacular maritime trade route, there was a steadily small-scale connection along the coast that transported necessities apart from luxury goods. The history's greatest historian, Ferdinand Braudel, describes ship as the traveling bazaars that went from port to port, mainly covering the smaller circuits. Maritime trade route അത് സ്ഥിരമായി തുടർന്നുകൊണ്ടിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള റോമക്കാരുടെ സമുദ്രമാർഗമുള്ള വ്യാപാരത്തിൽ ഒരിക്കലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പലപ്പോഴും ഈ വ്യാപാര റൂട്ട് എന്ന് പറയുന്നത് അവശ്യ വസ്തുക്കളുടെ പ്രാധാന്യമനുസരിച്ച്, പ്രത്യേകമായി പറഞ്ഞാൽ ആഡംബര ചരക്ക് വസ്തുക്കളുടെ പ്രാധാന്യത്തിനനുസരിച്ച് ചെറുകിട തുറമുഖങ്ങളും വൻകിട തുറമുഖങ്ങളുമായിട്ടൊക്കെ റോമക്കാർ ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും മഹാനായ ചരിത്രകാരൻ ഫെർഡിനാൻഡ് ബ്രോഡൽ പറയുന്നത് റോമൻ കപ്പലുകളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ട്രാവലിംഗ് ബസാർ എന്നാണ്. സഞ്ചരിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ചന്ത എന്നൊക്കെ പറയാം. ദാറ്റ് വെൻറ്റ് ഫ്രം ഒരു മാർക്കറ്റ് തന്നെ
പോർട്ട് ടു പോർട്ട് മെയിൻലി കവറിങ് സ്മാളർ സർക്യൂട്ട്സ്. തുറമുഖങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സഞ്ചരിക്കുന്ന ബസാറായിട്ടായിരുന്നു റോമൻ കപ്പലുകളെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ചും ചെറിയ ചെറിയ റൂട്ടുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യാപാര മാർഗങ്ങളിലൂടെ, പാതകളിലൂടെ. ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റ്, ദ റെഡ് സീ ആൻഡ് ഇന്ത്യൻ ഹാവ് ബീൻ ലിങ്ക്ഡ് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം with a spike in activity from 1st century BC to the middle of the 1st century AD. റെഡ് സീ, ചെങ്കടൽ മാർഗം ഇന്ത്യയെ ഗ്രീക്കോ റോമൻ ലോകവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഗ്രീക്ക് റോമൻ ടെക്സ്റ്റുകളിൽ അത് പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട്. 1st സെഞ്ച്വറി BC മുതൽ മിഡിൽ 1st സെഞ്ച്വറി AD വരെ ഇപ്രകാരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നു. ഗ്രീക്കോ റോമൻ സാഹിത്യത്തിൽ മാത്രമല്ല, ഇത്തരം ട്രേഡിനെ കുറിച്ച് ഉള്ള കൃത്യമായ തെളിവ് ക്യാൻ ബി ഫൗണ്ട് ഇൻ തമിഴ് ലിറ്ററേച്ചർ, എസ്പെഷ്യലി സംഘം ആന്തോളജി, പ്രകൃതി ഇൻസ്ക്രിപ്ഷൻ, ഡെക്കാൻ മേഖലയിൽ പറയുകയാണെങ്കിൽ, ഇൻക്രീസിങ് ന്യൂമിസ്മാറ്റിക്സ് ആൻഡ് ആർക്കിയോളജി. ഇതിൽ മാത്രമല്ല, സാഹിത്യത്തിന് പുറമേ നാണയ ശേഖരം, അതുപോലെ പുരാവസ്തു ഗവേഷണത്തിലൂടെ ഖനനത്തിലൂടെയൊക്കെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ഇതൊക്കെ നമുക്ക് വലിയ വാല്യുബിൾ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് സൂചിപ്പിക്കാൻ പറ്റുന്നതാണ് ഗ്രീക്കോ റോമൻ ട്രേഡുമായി. The exploration are necessary to learn about environment and movement of goods. Archaeological data can be used to locate, for example, domestication of pepper, the mining and burials, the variety of textiles. എക്സ്കവേഷനിൽ നിന്ന് നമുക്ക് ധാരാളം എക്കോളജിക്കൽ ലൊക്കേഷനുകൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. വ്യാപാരത്തിൻ്റെ എവിടെ നിന്നെല്ലാം ഈ ഗുഡ്സ് ഗ്യാദർ ചെയ്യുന്നു, എവിടെയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവുകൾ. ഡൊമസ്റ്റിക്കേറ്റഡ് പെപ്പർ, കുരുമുളക് വെസ്റ്റേൺ ഗട്ട്സ് കേന്ദ്രമായിട്ടായിരുന്നു എന്നത് തെളിവുണ്ട്. അതുപോലെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ കൃത്യമായി എവിടെ നിന്നാണ് ലഭ്യമായിരുന്നതിന് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ തെളിവുകൾ ആർക്കിയോളജിക്കലായിട്ട് ലഭ്യമായിട്ടുണ്ട്. ദ കണ്ടക്സ്റ്റ് ഓഫ് ഇന്ത്യൻ, ദ ഹിസ്റ്ററി ആൻഡ് ദ Indo-Roman maritime trade has specific meaning. It refers to a Roman demand, a particular for pepper, pearls, semi-precious stones and textiles all imported from South Asia, most which were exchanged for high-value coins. ഇപ്പോൾ മാരിടൈം ട്രേഡ്, ഇന്ത്യയും റോമും തമ്മിലുള്ള മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. ദ ഇന്ത്യ ആൻഡ് റോമൻ ഹാസ് എ പെർട്ടിക്കുലർ സിഗ്നിഫിക്കൻസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. പെപ്പർ, പേൾ, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഫാബ്രിക്സ് ഫ്രം സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള ഫാബ്രിക്സുകൾ, ഇതെല്ലാം വളരെയധികം ഡിമാൻഡഡ് ആയിരുന്നു റോമക്കാർക്ക്. ഹു ട്രേഡ് ദം ഫോർ ഹൈ വാല്യൂ കോയിൻസ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാപാരത്തിന് ഉയർന്ന മൂല്യമുള്ള നാണയം, പ്രത്യേകിച്ച് റോമൻ ഗോൾഡ് കോയിൻ തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ദ ടേം റോമൻ റെഫർ ടു ദ ബോത്ത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഗൂഡ്സ്, ദ മെഡിറ്ററേനിയൻ ഇൻവോൾവ് ഇൻ ദ ട്രേഡ് ആക്ടിവിറ്റി ഓഫ് ദ റോമൻ എംപയർ ബ്രോഡ്ലി. വ്യാപാരത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയപ്പെടുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകളുടെ അവസാന ലക്ഷ്യസ്ഥാനം എന്ന് പറയപ്പെടുന്നതും പലപ്പോഴും റോമൻ എന്ന പേരിൽ അവസാനിച്ചിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് ട്രേഡ് ആക്ടിവിറ്റിയിൽ ഈ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആസ് ഫാർ ആസ് ഇറ്റ് ക്യാൻ ബി ഡെഡ്യൂസ്ഡ്, the Roman government did not take any part of this trade.
but it maintained control over by the levying heavy duty on the shipment, setting up the military base, the fortification to guard the shipping lanes from Red Sea to Alexandria, provide watering holes for travelers. Roman trade was exploited by Indian system in variety of ways. ഇനി യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ റോമൻ ഗവൺമെൻറ് അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ ഭരണാധികാരികൾ സർക്കാർ അത്ര വലിയ രീതിയിലൊന്നും ഈ ട്രേഡിൻ്റെ ഭാഗമായിട്ടില്ല. എന്നാൽ ട്രേഡ് അവർക്ക് വലിയ തോതിൽ വരുമാനം നൽകിയിരുന്നു എന്നുള്ളതുകൊണ്ട് that it maintained control over by levying heavy duty shipment. ചരക്ക് കപ്പലുകൾക്ക് മുകളിൽ വലിയ തോതിലുള്ള നികുതികൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. ചരക്ക് കപ്പലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി മിലിറ്ററി ബേസുകളും ഫോർട്ടിഫിക്കേഷനുകളും അവർ സ്ഥാപിച്ചിരുന്നു, പ്രത്യേകിച്ചും റെഡ് സീയിലൂടെ അലക്സാണ്ട്രിയ വരെയുള്ള ഈ പാതയിൽ. അതിനാവശ്യമായ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നു, സംരക്ഷണങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. അതിനുവേണ്ടി മിലിറ്ററി ക്യാമ്പുകൾ അവർ സ്ഥാപിച്ചിരുന്നു. കാരണം റോമിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാവുന്ന മാർഗമാണ്. ഇതേ രീതി തന്നെ ഇന്ത്യൻ സിസ്റ്റത്തിലും ഉണ്ടായിരുന്നു. ദ വെറൈറ്റി ഇന്ത്യൻ സിസ്റ്റം എക്സ്പ്ലോയിറ്റഡ് ടു ദ റോമൻ ട്രേഡ് ടു ദെയർ ഓൺ അഡ്വാൻറ്റേജ്. അപ്പോൾ റോമക്കാർ വ്യാപാരത്തിന് വേണ്ടി, അവരുടെ നേട്ടത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ ഈ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തെ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ മാർഗങ്ങളെ പരമാവധി ചൂഷണപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. It has been urged or argued that by speaking of its a Roman trade, the Indian component is overlooked. Rather, we are told the Roman and Eastern Mediterranean component of the trade was only a more prominent pattern in many patterns that were present in South Asian trade. However, it was gained credibility as a result of its frequent occurrence in Greek Latin sources. നമ്മൾ പലപ്പോഴും ആർഗ്യൂ ചെയ്യപ്പെടുന്ന ഒന്നാണ് റോമൻ വ്യാപാരത്തെക്കുറിച്ച്. ഇന്ത്യയുമായിട്ടുള്ള റോമൻ വ്യാപാരം, ഇന്ത്യയിൽ നിന്ന് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ റോമിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു, അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു. Whereas we told Roman and Eastern Mediterranean component of the trade did not play a dominant role in South Asian trade. സൗത്ത് ഏഷ്യൻ വ്യാപാരത്തിൽ റോമൻ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ വ്യാപാരത്തിന് വലിയ മേധാവിത്വമൊന്നും നമ്മൾ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ റോമൻ ട്രേഡ് ഇന്ത്യയുമായിട്ടുള്ള റോമക്കാരുടെ വ്യാപാരത്തെ വളരെയധികം നമ്മൾ സൂചിപ്പിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഗ്രീക്ക് ലാറ്റിൻ ടെക്സ്റ്റുകളിലാണ് ഇതിന് വലിയ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യാസ് യവന are not just those who come from the Red Sea, but also from northwest and the Gulf region. യവനന്മാർ എന്ന് പറയുന്നത് ചെങ്കടലിലൂടെ മാത്രം ഇന്ത്യയിലെത്തിയിരുന്നവരായി മാത്രം പരാമർശിക്കപ്പെടുന്നില്ല. യവനാസ് refers not only to those common from Red Sea, but others from the northwest and from the Gulf. ചെങ്കടലിൽ മാത്രമല്ല, നോർത്ത് വെസ്റ്റേൺ ഗൾഫ് റീജിയനിലും പ്രശസ്തരാണ്. ഇന്ത്യാസ് യമന ആർ നോട്ട് ജസ്റ്റ് ദോസ് ഹു കം ഫ്രം ദ റെഡ് സീ എന്ന്. വൈൽ ദ റോമൻ ട്രേഡ് നെറ്റ്വർക്ക് സിഗ്നിഫിക്കൻറ്റ് കനോട്ട് ബി understated. It should be viewed as just one of the many mode of trade. റോമക്കാർക്ക് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം നൽകുന്നു വ്യാപാരത്തിൽ? വ്യാപാരത്തിൻ്റെ പല രീതികൾ അവർ അവലംബിച്ചിരുന്നു എന്നുള്ളതാണ്. A decline in Indo-Roman trade cannot be taken as a cause either general decline of the growth Indian cities as a broad scale. According to some, since urbanism is already controversial in India. As a result, Roman trade and its intrusion into local circuit had a varying degree impact on the Deccan and Tamilagam respectively. ഇൻഡോ-റോമൻ വ്യാപാരം ഇവിടെ ശക്തി പ്രാപിച്ചതും പിന്നീട് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതും
എന്താണ്? ഇന്ത്യയിലെ നഗരവൽക്കരണത്തിൻ്റെ വളർച്ച ഇത് ഇൻഡോ റോമൻ വ്യാപാരത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കോൺട്രവേഴ്സ്യലായി അവശേഷിക്കപ്പെടുന്ന ഒന്നാണ്. എന്നിരുന്നാലും റോമൻ വ്യാപാരം പ്രത്യേകിച്ചും ഡെക്കാൻ തമിഴകം മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നും ഈ പ്രദേശങ്ങളുടെ നഗര വളർച്ചയ്ക്ക് ഇത്തരം വ്യാപാരം ആക്കം കൂട്ടിയെന്നും കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നാണ്. The trade was conducted largely by merchants of Egypt and the Eastern Mediterranean, but this did not preclude the merchants from other parts of Mediterranean. ഈജിപ്തിൽ നിന്നുള്ള വ്യാപാരികൾ ഈസ്റ്റ് മെഡിറ്ററേനിയൻ ഡൊമിനൻ്റ് ഓഫ് ട്രേഡ് ആണ്. ബട്ട് ദിസ് ഡിഡ് നോട്ട് പ്രിക്ലൂഡ് merchant ഫ്രം അതർ പാർട്ട് ഓഫ് ദ മെഡിറ്ററേനിയൻ ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ആസ് വെൽ. പക്ഷെ മറ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നും അധികമൊന്നും ആളുകൾ അല്ലെങ്കിൽ വ്യാപാരികൾ ഇന്ത്യയുമായി വലിയ തോതിലുള്ള വ്യാപാര ബന്ധമൊന്നും നിലനിർത്തിയിരുന്നില്ല. ഈജിപ്തുകാർക്കുണ്ടായിരുന്നു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം. An agreement between Alexandrian Greek and Tamil merchant for a large shipment of Indian goods to be shipped from Muziris. The term of exchange clearly show South Indian traders participated in this trade on equal footing, as was recently discovered on the papyrus in Vienna. Ultimately, Rome was the goal. അപ്പോൾ മെഡിറ്ററേനിയൻ രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഡൊമിനേഷനൊന്നും മറ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങളെന്ന് പറയാം റോമക്കാരല്ലാത്ത മറ്റ് രാജ്യങ്ങൾക്കൊന്നും വലിയ മേധാവിത്വമൊന്നും പുലർത്താൻ സാധിച്ചിരുന്നില്ല ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ. ഈജിപ്തുകാർക്ക് നമ്മളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു, പക്ഷേ അതിനും ഒരു പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ അലക്സാണ്ട്രിയൻ ഗ്രീക്കുകാരും തമിഴ് മേർച്ചൻറ്റുമായിട്ട് വൻകിട വ്യാപാരത്തിൻ്റെ ലാർജ് ഷിപ്മെൻറ്റിലൂടെയുള്ള വ്യാപാരത്തിൻ്റെ കരാറുകൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും മുസിരിസിൽ നിന്നുള്ള കയറ്റുമതിയും ഇറക്കുമതിയും കുറിച്ചുള്ള കരാറുകൾ നിലനിന്നിരുന്നു എന്നുള്ളത് അടുത്ത കാലത്തായിട്ട് വിയന്നയിൽ നിന്ന് ലഭ്യമായ പാപ്പിറസ് താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് റോം തന്നെയാണ്. ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്നത് റോം തന്നെയാണ്. There were provided Roman trade in India, but Indian circuit that was affected by its change over time. When significant it was by the long distance maritime trade that spanned not just one but several local circuits. ഇപ്പോൾ റോമക്കാരുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാരം എന്ന് പറയുന്നത് റോമക്കാർക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത് ഒരുപാട് നൂറ്റാണ്ടുകൾ നിലനിൽക്കപ്പെടുന്ന ഒന്നാണ്. ഇതിനെ ട്രേഡ് റൂട്ടുകൾ വ്യാപാര പാതകൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് മാരിടൈം റൂട്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതൊരു സുദീർഘമായ ഒരു പാതയായിട്ട് നിലകൊള്ളുന്ന ഒന്നല്ല. പകരം ധാരാളം ചെറിയ ചെറിയ വ്യാപാര റൂട്ടുകൾ കൂടിച്ചേർന്ന് നിലകൊള്ളുന്ന പിന്നീട് അതൊരു വലിയ റൂട്ടായി മാറുകയാണ് ഉണ്ടായത്. ഇതിൽ പല പല ലൊക്കേഷനുകളുണ്ട്, പല പല ലൊക്കാലിറ്റികൾ. അപ്പോൾ ധാരാളം കുഞ്ഞു കുഞ്ഞു വ്യാപാര റൂട്ടുകൾ കൂടിക്കലർന്നതാണ് ഇൻഡോ റോമൻ ട്രേഡ് സർക്യൂട്ട് എന്നറിയപ്പെടുന്നത്. Not all these changes in pattern of trade were connected solely in the navigational or technical matters. Shift and new circuit were occasioned by availability of the demand of particular item. On the Roman side, this trade was in the hands of Greek and Jewish merchants of Egypt and Palmyrene, Levantine merchants from the Hellenistic world. Large fleets of ships piled each year according to Pliny. The ships were armed with archers as the protection against piracy, with mercenaries employed by the merchants of the ship captain. അപ്പോൾ നാവിഗേഷൻ്റെയും ടെക്നോളജിയുടെയും സാങ്കേതിക വിദ്യയുടെയും
ആരംഭം അല്ലെങ്കിൽ ആവിർഭാവം എന്ന് പറയുന്നത് ട്രേഡ് പാറ്റേണിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുതിയ സർക്യൂട്ടുകൾ പലപ്പോഴും വ്യാപാര പാതകൾ പുതിയത് പലപ്പോഴും രൂപം കൊണ്ടിരിക്കുന്നത് പ്രോഡക്റ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചും ഡിമാൻഡ് അനുസരിച്ചുമായിരുന്നു. ഗ്രീക്കുകാർ, അതുപോലെ ജൂയിഷ് ഈജിപ്ഷ്യൻ മെർച്ചൻസ്, മോഡേൺ സിറിയ എന്നറിയപ്പെടുന്ന പാമിറൈൻ മെർച്ചൻസ്, അതുപോലെ ലെവൻറ്റീൻ മെർച്ചൻസ് എന്ന് പറഞ്ഞ ഹെലനിസ്റ്റിക് വേൾഡിൽ നിന്നുള്ള മെർച്ചൻസ്, ഇവരൊക്കെ ഈ വ്യാപാരത്തിൻ്റെ ഭാഗമായിരുന്നു. അക്കോർഡിംഗ് ടു പ്ലീനി, ഈച്ച് ഇയർ ലാർജ് ഫ്ലീറ്റ്സ് ഓഫ് ഷിപ്സ് ഈസ് ഫൈൽഡ്. ഓരോ വർഷവും വലിയ തോതിലുള്ള കപ്പൽ കൂട്ടങ്ങൾ എന്നാണ് പറയുന്നത്. 10-12 ഒക്കെ എണ്ണം വരുന്ന വലിയ കപ്പലുകൾ കൂട്ടമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുമായിരുന്നു. The merchants or ship captain hired mercenaries to protect the ship from the piracy. വ്യാപാരികളും അല്ലെങ്കിൽ കപ്പൽ ക്യാപ്റ്റന്മാരും ധാരാളം ആയുധധാരികളായ പടയാളികളെ കൂലിക്കെടുക്കുമായിരുന്നു. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഈ വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഇത് പ്രധാനമായും ഇത്തരം ഘടകങ്ങളെക്കുറിച്ച് ഈ ഒരു പരാമർശത്തെക്കുറിച്ച് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തമിഴ് സാഹിത്യങ്ങളിലാണ്. Strabo's Geography, The Periplus of the Erythraean Sea, a manual for traders containing information of itineraries, harbors, navigations, cargoes, or relates to the ports of Arabian Sea and their hinterlands. Pliny's Naturalia Historia, from 1st century BC to 4th century AD. Ptolemy Geography are all excellent source for the information on the trade in region, especially 2nd century AD. Pliny thought of this trade are unique. സ്ട്രാബോയുടെ ജിയോഗ്രഫി, പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്നീ ഗ്രന്ഥങ്ങളെല്ലാം ട്രേഡിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നതാണ്. ട്രേഡേഴ്സ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ട്രേഡേഴ്സിന് എന്തെല്ലാം ഇൻഫർമേഷനാണ് അതിൽ നൽകപ്പെടുന്നത്, പ്രത്യേകിച്ചും ഹാർബേഴ്സ്, നാവിഗേഷൻ, കാർഗോ, ഇറ്റിനറീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ അറേബ്യൻ സീയിലെ തുറമുഖങ്ങളെക്കുറിച്ച് എല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്ലീനിയുടെ നാച്ചുറലിയ ഹിസ്റ്റോറിയ, പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ AD 1 BC 1 നൂറ്റാണ്ടിനും AD 1 നൂറ്റാണ്ടിനും ഇടയിൽ ഉള്ള ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ ടോളമിയുടെ ജിയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം 2 നൂറ്റാണ്ടിനെ പരാമർശിക്കുന്നു. പ്ലീനി കമൻറ്റ് ഓഫ് ദ ട്രേഡ് ഗീവ് ദ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. വ്യാപാരത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ആണ് പ്ലീനി തൻ്റെ തോട്ട്സുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. When the Roman monetary system went into crisis because of the drain of Roman Empire gold resource, he sees it as an agency of financial drain. പ്ലീനി വിലപിക്കുന്നൊരു കാര്യമുണ്ട്. റോമിന് വലിയ തോതിലുള്ള സാമ്പത്തികമായ ചോർച്ചയുണ്ടായി എന്നുള്ളത്. ഈ ചോർച്ച എന്ന് പറയുന്നത് റോമൻ എംപയറിലെ ഗോൾഡ് റിസോഴ്സുകൾ വലിയ തോതിൽ വ്യാപാരത്തിൻ്റെ ഫലമായി ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഒഴുകി എന്നുള്ളതാണ്. റോമൻ കൺസേൺ ദ പ്രോബ്ലം ഡേറ്റ് ഫ്രം ദ പെരിപ്ലസ് പീരീഡ്. ഈ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് പ്രിയോർ പെരിപ്ലസ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടം ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡ്രെയിൻ ഉണ്ടായ കാലഘട്ടത്തെയാണ് പെരിപ്ലസിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയാം. അൺലൈക്ക് പെരിപ്ലസ്, Ptolemy geography is later compilation of the existing information of the trade of Greek geographics, which are more detailed description of the eastern coast of India, Ganga Delta than the Periplus. ടോളമിയുടെ ജിയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം ഗ്രീക്ക് ജിയോഗ്രഫിക് ട്രഡീഷനെ പിന്തുടരുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിനെക്കുറിച്ചും ഗംഗാ ഡെൽറ്റയെക്കുറിച്ചൊക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയേക്കാൾ കൂടുതൽ വിവരണം ജിയോഗ്രഫിയിലാണ് ടോളമിയുടെ. Greek and Latin texts are more detailed than the Prakriti inscriptions and Tamil sources.
ഇനി മറ്റൊരു എവിഡൻസ് പറയുന്നത് പ്രകൃതി ഡെക്കാണിക് പ്രകൃതി ഇൻസ്ക്രിപ്ഷൻ അതുപോലെ തമിഴ് സോഴ്സുകളിലൊക്കെ ഗ്രീക്കോ റോമൻ ലാറ്റിൻ ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. In the Western Deccan, Voti inscription recording donation by Yavanas mark by the presence of Eastern Mediterranean trader, while such inscriptions are not known from the Tamil region. വെസ്റ്റേൺ ഡെക്കാണിലെ വോട്ടി ഇൻസ്ക്രിപ്ഷനിൽ ദ പ്രസൻസ് ഓഫ് ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ട്രേഡേഴ്സിനെ കുറിച്ചുള്ള സാന്നിധ്യമുണ്ട്. പക്ഷേ അത്തരം പരാമർശങ്ങളൊന്നും തമിഴ് സാഹിത്യങ്ങളിലോ തമിഴ് പ്രദേശത്തെക്കുറിച്ചോ അതിൽ പരാമർശിക്കപ്പെടുന്നില്ല. Our improved understanding of South Asian trade practices necessitates revision of the trade historiography, as new sources have been added as well as our improved knowledge about the trade exchange generally. It would be unrealistic to treat this trade as an uniformly active trade for all places in the Indian subcontinent and other early centuries AD. There were smaller localized circuit with a relatively more evenly balanced continuity. Unrealistic to treat this trade എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആക്റ്റീവ് ട്രേഡ് അക്രോസ് ഇന്ത്യൻ സബ്കോണ്ടിനെൻറ്റ് ദ ഏർലി എ ഡി 1-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ ധാരാളം ട്രേഡ് റൂട്ടുകളും അതുപോലെ ധാരാളം മേർച്ചൻസും ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ലോക്കലൈസ്ഡ് സർക്കിൾ റൂട്ടുകൾ കൂടുതലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മേജർ സർക്യൂട്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ലോക്കലൈസ്ഡ് സർക്യൂട്ടുകൾ ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് where Roman commerce entered when it's able to take advantage of specific circuit. In the beginning, it moved quickly from the Red Sea to the west coast. അപ്പോൾ ഈ ലോക്കലൈസ്ഡ് സർക്കിൾ റൂട്ടിനെ റോമക്കാർക്ക് പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് റോമൻ വ്യാപാരത്തിന് അത്രത്തോളം വളർച്ചയുണ്ടായത്. തുടക്കം മുതലേ അവരത് ഫൈൻഡ് ചെയ്തു. They can move quickly from Red Sea to the west coast, that is Malabar and its hinterland, entering the local circuit, the west coast, where resources were well known. അതുകൊണ്ടാണ് റെഡ് സീയിലൂടെ വളരെ പെട്ടെന്ന് വെസ്റ്റ് കോസ്റ്റിലേക്ക് മലബാർ റീജിയനിലേക്ക് എത്താൻ കഴിഞ്ഞതും സമീപ പ്രദേശത്ത് തുറമുഖങ്ങളിലേക്ക് എത്താൻ സാധിച്ചതും ഇവിടെ നിന്ന് ചരക്കുകൾ കൃത്യമായി അവരുടെ ലോകത്തേക്ക് എത്തിക്കാൻ സാധിച്ചതും. Indian and Arab merchants may have transported aromatic and spices to South Arabian ports where they were transshipped to the Red Sea. ഇന്ത്യൻ വ്യാപാരികളും അറബ് മേർച്ചൻസും ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസും അരോമാറ്റിക് സബ്സ്റ്റൻസും ഒക്കെ അറേബ്യൻ പോർട്ടുകളിൽ എത്തിക്കുകയും അറേബ്യൻ പോർട്ടുകളിൽ നിന്ന് ഇത് പിന്നീട് റെഡ് സീയിലൂടെ മെഡിറ്ററേനിയൻ ലോകത്തേക്ക് എത്തിക്കുകയും പെടും. The uniform trade pattern cannot be achieved due to the wide range of item availability. പക്ഷേ ഈ ഏകീകൃതമായ വ്യാപാരപാത എപ്പോഴും ഒരേപോലെ പ്രാവർത്തികമായില്ല. കാരണം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എത്തണമെങ്കിൽ അത് ലഭ്യമാവുന്ന പ്രദേശങ്ങളിലേക്ക് ബന്ധമുണ്ടാവണം, വ്യാപാര ബന്ധം. അതിന് ലോക്കലൈസ്ഡ് സർക്യൂട്ടുകൾ ആവശ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് ബൈ ബാരി ഗസ യുണീക്ക് ടു ഇൻക്ലൂഡ് ബോത്ത് ലോക്കൽ ഡിസ്റ്റൻറ്റ് പ്രോഡക്റ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായൊരു തുറമുഖം നമുക്കറിയാവുന്നതാണ് ബാരി ഗസ. അത്തരം ഒരു വ്യാപാരപാതയായിരുന്നു, തുറമുഖമായിരുന്നു. അവിടേക്ക് ലോക്കൽ റൂട്ടുകളും ഡിസ്റ്റൻറ്റ് റൂട്ടുകളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ എത്തിയിരുന്നു എന്നുള്ള. ദ പോർട്ട് ഓഫ് ദ സദേൺ ഇന്ത്യ വർ പ്രൈമർലി എക്സ്പോർട്ടിംഗ് ഗുഡ് മെയ്ഡ് ഫ്രം ദ ലോക്കൽ റിസോഴ്സസ്. ഇറ്റ് വാസ് നോട്ട് നെസസറി ഫോർ ലോക്കൽ എക്കണോമിക് ടു അണ്ടർഗോ എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ റെസ്പോൺസ് ടു റോമൻ ഡിമാൻഡ് for more productive, non-productive activity. Monsoon and the references navigation indicate the trade and additional facilities. The disturbance of the items do not support uniformly trading pattern.
ബാരിഗസ് അതിനൊരു സപ്പോർട്ടീവായി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ റോമൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യപ്പെട്ടപ്പോൾ അത് പ്രൊഡക്ടിവിറ്റിയിലും മറ്റ് ആക്ടിവിറ്റിയിലും ഒക്കെ കൂടുതൽ എന്തുണ്ടായി, പ്രാധാന്യമുണ്ടാക്കി. അപ്പോൾ ലോക്കൽ എക്കണോമിക്സിനെ അതെന്ത് ചെയ്തിട്ടുണ്ടാവും, സ്വാധീനിച്ചിട്ടുണ്ടാവും. മറ്റൊന്ന് മൺസൂണിൻ്റെ കണ്ടെത്തൽ എന്നുള്ളത്. ഹിപ്പാലസ് ആയിരുന്നു ഇതിന് അത്തരത്തിലുള്ളൊരു പേര് നൽകിയതും മൺസൂൺ കാറ്റിൻ്റെ ഗതിയെ കണ്ടെത്തിയതും. ഈ കണ്ടെത്തലും റോമക്കാർക്ക് വ്യാപാരത്തിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമായി വ്യാപാരത്തിൽ ഏർപ്പെടാൻ വളരെയധികം സഹായിച്ചു എന്നുള്ളത് ഒരു പ്രത്യേക ഘടകമാണ്.